ഹലോ എവരിവൺ. ഇന്ന് നമ്മൾ ഫിസിക്സിലത്തെ 6ാമത്തെ ചാപ്റ്റർ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ ഇൻ ഡെയിലി ലൈഫാണ് എടുക്കാൻ പോകുന്നത്. അപ്പം അതിലാദ്യം ഇലക്ട്രോമാഗ്നറ്റിസം എന്താണെന്നൊക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞതാണ് അല്ലേ. അപ്പോൾ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്താണ്, അതിൻ്റെ ഉപയോഗങ്ങൾ എന്താണ്, അത് യൂസ് ചെയ്തിട്ട് വർക്ക് ചെയ്യുന്ന ഡിവൈസസ് എന്തൊക്കെയാണ്, അതെല്ലാമാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം ഈ കുട്ടീൻ്റെ മനസ്സിൽ വരുന്ന ചോദ്യം എന്താ വെച്ചാൽ, നമുക്ക് ഇലക്ട്രിസിറ്റി ഉപയോഗിച്ചിട്ട് ഒരു മാഗ്നറ്റ് ഉണ്ടാക്കാൻ പറ്റും. അതായത് നമ്മൾ ഇലക്ട്രോ മാഗ്നറ്റ്സ് എന്ന് പറയുന്നത് അല്ലേ. ഇപ്പോൾ ഒരു കണ്ടക്ടറിനെ അതിന് ചുറ്റും നമ്മൾ അയൺ വയർ കൊണ്ട് അങ്ങോട്ട് ചുറ്റിയിട്ട് ബാറ്ററിൻ്റെ ടെർമിനൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു മാഗ്നറ്റായിട്ട് വർക്ക് ചെയ്യും. ആ പ്രോപ്പർട്ടിക്കാണ് നമ്മൾ എന്ത് പഠിച്ചത്, ഇലക്ട്രോ മാഗ്നറ്റിക് പ്രോപ്പർട്ടി, ഇലക്ട്രോ മാഗ്നറ്റിസം എന്ന് പറയുന്നത്. പിന്നെ ഇവിടെ തിരിച്ചൊരു ചോദ്യം ചോദിക്കുകയാണ്, അപ്പം നമുക്ക് മാഗ്നറ്റിൻ്റെ സഹായത്തോടു കൂടി ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യാൻ പറ്റുമോ? അതിനുള്ള ഉത്തരം കണ്ടുപിടിക്കുകയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ചെയ്യുന്നത് അല്ലേ. അത് സാധ്യമാണ്, കാരണം നമ്മൾ ഉപയോഗിക്കുന്ന കറണ്ട് പോയാൽ ഉപയോഗിക്കുന്ന ഷോപ്സിലൊക്കെ ഉപയോഗിക്കുന്ന സാധനമാണ് ജനറേറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മളവിടെ ഫ്യൂവൽ യൂസ് ചെയ്തിട്ട് ഒരു മാഗ്നറ്റിക് ഫീൽഡിൻ്റെ അകത്ത് ഒരു കണ്ടക്ടറിനെ റൊട്ടേറ്റ് ചെയ്യിപ്പിക്കുന്നു. ആ റൊട്ടേഷൻ കാരണം ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നു. അതാണ് അതിൻ്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. അതെല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഓക്കെ. അപ്പം സാധാരണ മാഗ്നറ്റിക് ആയിട്ടുള്ള സബ്സ്റ്റൻസസിൻ്റെ യൂസസാണ് അവിടെ കാണിച്ചിട്ടുള്ളത്. ഒന്ന് മാഗ്നറ്റിക് ക്രെയിൻ ആണ്. അപ്പം വേസ്റ്റായിട്ട് കിടക്കുന്ന സ്ക്രാപ്പ് മെറ്റീരിയൽസിൻ്റെ അകത്തുനിന്ന് നമ്മൾ ഈ മെറ്റൽസിനെ വലിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്, ഇപ്പോൾ അയൺ പോലത്തെ ഇരുമ്പ് പോലത്തെ സാധനങ്ങൾ വലിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്, ഈ മാഗ്നറ്റിക് ക്രെയിൻ യൂസ് ചെയ്യുന്നത്. ഇതാണ് മാഗ്നറ്റിക് ക്രെയിൻ. പിന്നെ ഇതിനാണ് സോളിനോയിഡ് എന്ന് പറയുന്നത്. സ്പ്രിങ് ഷേപ്പിൽ ഇങ്ങനെ ഹെലിക്കലായിട്ട് ചുറ്റി വെച്ച കണ്ടക്ടറാണ് സോളിനോയിഡ് എന്ന് പറയുന്നത്. ഓക്കെ. ഇലക്ട്രിക് ബെല്ല്, ഇത് സാധാരണ ടോയ്സിൽ കാണുന്ന DC മോട്ടർ, ഇതാണ് നമ്മളുടെ ഇലക്ട്രോ മാഗ്നറ്റ് എന്ന് പറയുന്നത് അല്ലേ. ഇതാണ് നമ്മളുടെ ജനറേറ്ററിൻ്റെയും അതേപോലെ തന്നെ മോട്ടറിൻ്റെ ഒക്കെ ഉള്ളിലുള്ള സർക്യൂട്ട് പീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമ്മൾ എന്തൊക്കെയാണ് എന്നുള്ളത് പഠിക്കുക ചാപ്റ്ററിൽ. ആദ്യം ഇലക്ട്രിക് ക്രെയിൻ, ഇലക്ട്രിക് ബെൽ. ഇത് രണ്ടും വർക്ക് ചെയ്യാൻ എങ്ങനെയാണ്, കറണ്ട് ഉപയോഗിച്ചിട്ട് മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്തിട്ട് ഉപയോഗിക്കുന്ന സാധനങ്ങളാണ് ഇലക്ട്രിക് ക്രെയിനും ഇലക്ട്രിക് ബെല്ലൊക്കെ. ഇൻ ഓൾ ദീസ് ഇലക്ട്രിക് എനർജി ഈസ് കൺവേർട്ടഡ് ഇൻറ്റു മാഗ്നറ്റിക് എനർജി. നമുക്കറിയാം, കറണ്ട് പാസ് ചെയ്തിട്ട് അതിന് ഇലക്ട്രോ മാഗ്നറ്റിക് ആയിട്ട് മാറ്റി യൂസ് ചെയ്യുന്ന ഡിവൈസസ് ആണ് ഇതൊക്കെ. ഇനി അപ്പം ഇത് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ഇലക്ട്രോ മാഗ്നറ്റ് നമ്മൾ എങ്ങനെ ഉണ്ടാക്കിയെന്നുള്ളത്. അപ്പം ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറയുന്ന പുതിയൊരു പ്രോപ്പർട്ടി നമ്മളിവിടെ പഠിക്കും. അതിന് മെയിനായിട്ട് കാരണക്കാരൻ മൈക്കൽ ഫാരഡേ എന്ന് പറയുന്ന ഒരു സയൻറ്റിസ്റ്റാണ്. ഓക്കെ. അപ്പം മാഗ്നറ്റ് ആക്കി മാറ്റാന്നുള്ളതൊക്കെ നമ്മൾ കണ്ടു. ഇനി എന്താണ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ, എന്താണ് ഈ ജനറേറ്റർ, അതൊക്കെ നമ്മൾ വരും സ്ലൈഡ്സിൽ പഠിക്കും. ഇനി ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്താണെന്നുള്ളത് അപ്പോൾ നമ്മൾ ഓൾറെഡി മനസ്സിലാക്കിയൊരു കാര്യമാണ്. കറണ്ട് ക്യാരി ചെയ്യുന്ന ഒരു കണ്ടക്ടർ, വയർ എന്ത് വേണം ആയിക്കോട്ടെ, കറണ്ട് ക്യാരിങ് കണ്ടക്ടർ, അതിനെ നമ്മളൊരു മാഗ്നറ്റിക് ഫീൽഡിൽ വെച്ച് കഴിഞ്ഞാൽ അതിനൊരു ഫോഴ്സ് കാരണം അതൊരു ഭാഗത്തേക്ക് ചലിക്കുന്ന, മൂവ് ചെയ്യുന്ന നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റും അല്ലേ. അതൊരു ഭാഗത്തേക്ക് മൂവ് ചെയ്ത് പോകുന്ന നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റും. എന്താ ഇവിടെ നടക്കുന്നത്, ഒരു കറണ്ട് ക്യാരി ചെയ്യുന്ന കണ്ടക്ടറിനെ മാഗ്നറ്റിൻ്റെ അടുത്ത് നമ്മൾ വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു ഡിഫ്ലക്ഷൻ നടന്നിട്ട് ആ കണ്ടക്ടർ ഒരു ഭാഗത്തേക്ക് മൂവ് ചെയ്യും. അതിന് കാരണം എന്താ വെച്ചാൽ ഇവർ പരസ്പരം ഒരു ഫോഴ്സ് എക്സേർട്ട് ചെയ്യും. ഓക്കെ, ഒരു ഫോഴ്സ് എക്സേർട്ട് ചെയ്യും. അങ്ങനെയാണെങ്കിൽ ഇവിടെ ചോദ്യം വരുന്നത് വെച്ചാൽ, ഇഫ് സോ വാട്ട് ഹാപ്പൻസ് വെൻ എ കണ്ടക്ടർ ഈസ് മൂവ്ഡ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ്. ഒരു മാഗ്നറ്റിക് ഫീൽഡിൻ്റെ അകത്ത് ഒരു കണ്ടക്ടറെ മൂവ് ചെയ്താൽ എന്ത് സംഭവിക്കും? ഇവിടെ ഈ സ്പ്രിങ് ഷേപ്പിലാണ് നമ്മളുടെ കണ്ടക്ടർ, ഇത് നമ്മൾ സോളിനോയിഡ് എന്ന് പറയുന്നത്. ഓക്കെ. ആ സോളിനോയിഡിനെ നമ്മൾ ഈ മാഗ്നറ്റിക് ഫീൽഡ് മുകളിലും താഴെ, ഇവിടെ ഇതേപോലെ മുകളിലും താഴെയാക്കി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇവിടെ കാണിച്ചിട്ടുള്ള ആ മീറ്ററിൽ എന്ത് റീഡിംഗ് ആയിരിക്കും വരുന്നത്? പിന്നെ ഒരു കണ്ടക്ടർ നമ്മൾ സ്റ്റേഷനറി ആക്കി വെച്ച് മാഗ്നറ്റാണ് മുകളിലേക്കും താഴേക്കും നീക്കുന്നതെങ്കിൽ ഈ മീറ്ററിൻ്റെ അകത്ത് എന്തെങ്കിലും ഡിഫ്ലക്ഷൻ ഉണ്ടാവുമോ? അത് ബേസ് ചെയ്ത് നമുക്കൊരു ടേബിൾ ഫില്ല് ചെയ്യാൻ പറ്റുമോ നോക്കാം. അപ്പം ഒബ്സർവേഷൻ ആണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇവിടെ നമുക്ക് ചെയ്ത് കാണിക്കാൻ പറ്റാത്തതുകൊണ്ട് ജസ്റ്റ് ഞാൻ പറഞ്ഞുതരാം എന്താ സംഭവിക്കുക എന്നുള്ളത്. സോളിനോയിഡ് ഈസ് സ്റ്റേഷനറി നിയർ ദ മാഗ്നറ്റ്. അപ്പോൾ ഗാൽവനോമീറ്റർ നീഡിൽ സോളിനോയിഡ് സ്റ്റേഷനറിനെ മാഗ്നറ്റ് അതിൻ്റെ അടുത്ത് വെച്ചിട്ടുള്ളൂ. അപ്പോൾ അവിടെ എന്ത് സംഭവിക്കില്ല, ഒരു ഡിഫ്ലക്ഷൻ ഒന്നും കാണിക്കില്ല. മൂവ് ചെയ്താൽ മാത്രം എന്തുള്ളവും അവിടെ കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യില്ല, അല്ലെങ്കിൽ ഇൻഡ്യൂസ് ചെയ്യുള്ളൂ. അപ്പോൾ ഇവിടെ നോ ഡിഫ്ലക്ഷൻ, ഇത് നോട്ട് ആപ്ലിക്കബിൾ ആണ്. മൂവ് ചെയ്തിട്ടില്ല, ഡിഫ്ലക്ഷനിൽ പിന്നെ ഇവിടെ നോട്ട് ആപ്ലിക്കബിൾ ആണ്, ബാധകമല്ല. സോളിനോയിഡ് ഇസ് മൂവ് ടുവേർഡ്സ് ദ മാഗ്നറ്റ്. ഇവിടെ സോളിനോയിഡ് മൂവ് ചെയ്യുന്നുണ്ട്, മാഗ്നറ്റ് സ്റ്റേഷനറിയാണ്, മാഗ്നറ്റ് മൂവ് ചെയ്യുന്നില്ല, സോളിനോയിഡ് മൂവ് ചെയ്യും. അപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് എന്താ വെച്ചാൽ ആ ഗാൽവനോമീറ്ററിലൊരു ഡിഫ്ലക്ഷൻ നമുക്ക്
കാണാം. ഗാൽവനോമീറ്റർ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? കറണ്ട് കുറച്ചെങ്കിലും കറണ്ട് ഫോം ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള അറിയാൻ വേണ്ടിയിട്ടുള്ള ഡിവൈസാണ് ഗാൽവനോമീറ്റർ. അപ്പോൾ സോളിനോയിഡ് മാഗ്നറ്റിൻ്റെ അടുത്തേക്ക് മൂവ് ചെയ്യുമ്പം ഡിഫ്ലക്ഷൻ കാണിക്കുന്നുണ്ട്. പക്ഷേ എങ്ങോട്ടേക്കായിരിക്കും ഡിഫ്ലക്ഷൻ കാണിക്കുക? റൈറ്റ് സൈഡിലേക്കായിരിക്കും. ഓക്കെ, നമ്മൾ എന്താ ചെയ്യുന്നത്? സോളിനോയിഡിനെ അല്ലെങ്കിൽ കണ്ടക്ടറിനെ മാഗ്നറ്റിന് അടുത്തേക്കാണ് മൂവ് ചെയ്യുന്നത്. അപ്പം ഡിഫ്ലക്റ്റ് ചെയ്യും. ഡിഫ്ലക്ഷൻ എങ്ങോട്ടായിരിക്കും? റൈറ്റ് സൈഡിലായിരിക്കും. പിന്നെ മാഗ്നറ്റിക് സ്റ്റേഷനറി ഇൻസൈഡ് ദ സോളിനോയിഡ്. ഇവിടെ മാഗ്നറ്റിക് സ്റ്റേഷനറി സോളിനോയിഡിനകത്ത് വെറുതെ വെച്ചിട്ടേ ഉള്ളൂ. അപ്പോൾ അവിടെ എന്തില്ല? മൂവ്മെൻറ്റ് ഇല്ല. മൂവ്മെൻറ്റ് ഇല്ലാത്തതുകൊണ്ട് അവിടെ എന്തില്ല? ഡിഫ്ലക്ഷനും ഇല്ല. ഇവിടെ നോട്ട് ആപ്ലിക്കബിൾ ആണ്. സോളിനോയിഡ് ഇസ് പുൾഡ് ഔട്ട് ഫ്രം ദ മാഗ്നറ്റ്. ഇവിടെ സോളിനോയിഡിനെ നമ്മൾ വലിച്ചെടുക്കണം, പുറത്തേക്ക് എടുക്കുക. അർത്ഥം എന്താ? അതിൻ്റെ മൂവ്മെൻറ്റ് ഉണ്ട്, അപ്പോൾ ഡിഫ്ലക്റ്റ് ഉണ്ടാവും. നമ്മൾ അടുത്തേക്ക് കൊണ്ടുപോകുമ്പോൾ റൈറ്റ് ആണെങ്കിൽ പുറത്തേക്ക് വലിക്കുമ്പോൾ എന്തായിരിക്കും? ലെഫ്റ്റിലായിരിക്കും മൂവ്മെൻറ്റ് ഉണ്ടാവും. ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും മൂവ്മെൻറ്റ് ഉണ്ടാവുക, ഓർമ്മിക്കുക. പിന്നെ കീപ്പിംഗ് ദ സോളിനോയിഡ് സ്റ്റേഷനറി ദ മാഗ്നറ്റ് ഈസ് മൂവ് അപ്വേർഡ്സ്. സോളിനോയിഡ് അവിടെ സ്റ്റേഷനറി വെച്ചു. അപ്പോൾ എന്താവും? മൂവ്മെൻറ്റ് വന്നതുകൊണ്ട് ഡിഫ്ലക്ഷൻ ഉണ്ടാവും. അതിനർത്ഥം കറണ്ട് അവിടെ ഫ്ലോ ചെയ്യുന്നുണ്ടാവും. പക്ഷേ കറണ്ട് ഡയറക്റ്റ് എങ്ങോട്ടേക്കാണ്? ഡയറക്ഷൻ വരുന്നത് റൈറ്റ് സൈഡിലേക്കാണ്. ഓക്കെ, മൂവ്മെൻറ്റ് ഡയറക്ഷൻ റൈറ്റ് സൈഡാണ്. ഇനി ആറാമത്തെ കേസ് എന്താ? കീപ്പിംഗ് ദ സോളിനോയിഡ് സ്റ്റേഷനറി ദ മാഗ്നറ്റ് ഇസ് മൂവ്ഡ് ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. സോളിനോയിഡ് നേരത്തെ പോലെ സ്റ്റേഷനറി വെച്ചു. അപ്പാണെങ്കിൽ ഡൗൺവേർഡ് ഡയറക്ഷനിൽ മാഗ്നറ്റ് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഡിഫ്ലക്ഷൻ ഉണ്ടാവും. പക്ഷേ ഡിഫ്ലക്ഷൻ്റെ നീഡിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടായിരിക്കും? ലെഫ്റ്റിലേക്കായിരിക്കും. ഓപ്പോസിറ്റ് ആകുമ്പം കറണ്ട് ഫ്ലോ ഓപ്പോസിറ്റ് ആവും. അതുകൊണ്ട് ഡിഫ്ലക്ഷനും ഓപ്പോസിറ്റ് സൈഡിലേക്കായിരിക്കും. 7th one, keeping the magnet inside the solenoid. Both the magnet and the solenoid are moved together at the same speed in the same direction. രണ്ട് മൂവ് ചെയ്യാൻ തുടങ്ങി. എന്തായിരിക്കും സംഭവിക്കുക? രണ്ട് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു നെറ്റ് എഫക്റ്റ് കാണൂല. ഇവിടെ നോ ഡിഫ്ലക്ഷൻ ഉണ്ടാവില്ല. ഏതെങ്കിലും ഒന്ന് നമ്മൾ എന്ത് ചെയ്തേ മതിയാവുള്ളൂ? നമ്മളതിനെ സ്റ്റേഷനറി വെച്ചേ മതിയാവുള്ളൂ. ഒന്നേ മൂവ് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, ക്ലിയർ ആയല്ലോ? അപ്പം പലതരം കേസ് നമ്മൾ കണ്ടു. ഒരു ഭാഗത്ത് നമ്മൾ ഡയറക്ഷൻ മാറുമ്പം നമ്മളുടെ ഡിഫ്ലക്ഷൻ ഡയറക്ഷൻ മാറുന്നതായിട്ട് കണ്ടു. അതിനൊക്കെ കാരണം എന്താണെന്ന് നമ്മൾ പഠിക്കും. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ എത്തുന്ന കൺക്ലൂഷൻ എന്താണെന്ന് വെച്ചാൽ, ഏതെങ്കിലും ഒന്നുകിൽ കണ്ടക്ടറോ അല്ലെങ്കിൽ മാഗ്നറ്റോ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു കറണ്ട് ഫോം ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ കറണ്ട് അവിടെ ഇൻഡ്യൂസ് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. അപ്പം ആ മൂവ്മെൻറ്റ് കാരണം ഉണ്ടാകുന്ന കറണ്ട് നമ്മൾ ഇൻഡ്യൂസ്ഡ് കറണ്ട് എന്ന് പറയും. ഓക്കെ, ഇൻഡ്യൂസ്ഡ് കറണ്ട്. ഇനി ഇതിന് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിപ്പം കണ്ട ടേബിളിൻ്റെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. വാട്ട് ഹാപ്പൻസ് ടു ദ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് അസോസിയേറ്റഡ് വിത്ത് ദ കണ്ടക്ടർ വെൻ ദ കണ്ടക്ടർ ആൻഡ് ദ മാഗ്നറ്റ് ആർ ഇൻ റിലേറ്റീവ് മോഷൻ? അപ്പം മാഗ്നറ്റിക് ഫീൽഡ് നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞ കാര്യമാണ്. നമ്മളുടെ മാഗ്നറ്റ് ചുറ്റും ഒരു ഇമാജിനറി ലൈൻസ് ഉണ്ടാവും. നോർത്ത് ടു സൗത്ത് ഫ്ലോ ചെയ്യുന്ന ഒരു മാഗ്നറ്റിക് ലൈൻസ് ഉണ്ടാവും. ഇതാണ് നമ്മൾ എന്താ പറയുന്നത്? മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ എണ്ണത്തിനാണ് നമ്മൾ എന്താ പറയുന്നത്? മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് പറയുന്നത്. എത്ര മാഗ്നറ്റിക് ലൈൻസ് ഉണ്ട് അതിന് മാഗ്നറ്റിക് ഫ്ലക്സസ് എന്ന് പറയുന്നത്. മാഗ്നറ്റിക് ഫ്ലക്സ്. അപ്പം ഇതിൽ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിന് എന്ത് വ്യത്യാസം വരുന്നതാണ്? കണ്ടക്ടറും കണ്ടക്ടർ ആൻഡ് മാഗ്നറ്റ് ആർ റിലേറ്റീവ് മോഷൻ. ഇപ്പോൾ കണ്ടക്ടർ അവിടെ വെച്ച് മാഗ്നറ്റ് മൂവ് ചെയ്യുമ്പോഴും മാഗ്നറ്റ് അവിടെ വെച്ച് കണ്ടക്ടർ മൂവ് ചെയ്ത് കഴിഞ്ഞാലും അവിടെ എന്തുണ്ടാവും? അവിടെ ഒരു ഫ്ലക്സിൽ വ്യത്യാസം വരും. ഒരേപോലെയല്ല, ഫ്ലക്സ് കട്ടാവും അല്ലേ? മൂവ്മെൻറ്റ് ചെയ്യുമ്പോൾ ഫ്ലക്സ് കട്ടാവുമ്പോൾ അവിടെ എന്തുണ്ടാവും? ഓട്ടോമാറ്റിക്കായിട്ടൊരു കറണ്ട് ഇൻഡ്യൂസ് ചെയ്യും. എപ്പോഴും ഓർമ്മിച്ച് വെക്കാം, ഫ്ലക്സിൽ ചേഞ്ച് വരുമ്പം മാത്രമേ എന്തുണ്ടാവുള്ളൂ? കറണ്ട് അവിടെ ഫോം ചെയ്യുള്ളൂ. ഫ്ലക്സ് അവിടെ സ്റ്റെബിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്ത് വരില്ല? അവിടെ കറണ്ട് ഫ്ലോ ചെയ്യില്ല. ഡിഫ്ലക്ഷൻ അവിടെ നിൽക്കും. ഫ്ലക്സിൽ ചേഞ്ച് വരണം. അതുകൊണ്ടാണ് ഒന്നെങ്കിൽ നമ്മൾ മാഗ്നറ്റിനെ മൂവ് ചെയ്യിക്കുന്നത് അല്ലെങ്കിൽ കണ്ടക്ടറിനെ മൂവ് ചെയ്യിക്കുന്നത്. അങ്ങനെ മൂവ് ചെയ്യിക്കുമ്പോൾ എന്താവും? ഫ്ലക്സ് കട്ടാവും, ഫ്ലക്സിൽ മാറ്റം വരും. മാറ്റം വന്നാൽ മാത്രമേ കറണ്ട് ഇൻഡ്യൂസ് ചെയ്യുള്ളൂ. ഈ ഒരു പ്രിൻസിപ്പിൾ ഓർമ്മിച്ച് അവിടെ വെക്കാം. ഓക്കെ. സെക്കൻഡ്, വിച്ച് ആർ ദ സിറ്റുവേഷൻസ് ഫോർ ഗാൽവനോമീറ്റർ നീഡിൽ ഡിഫ്ലക്റ്റഡ്? എപ്പോഴാണ് ഗാൽവനോമീറ്റർ ഡിഫ്ലക്റ്റ് ചെയ്ത്? നമ്മൾ കണ്ടു, കണ്ടക്ടറിൻ്റെ ആയിട്ട് ബന്ധപ്പെട്ട മാഗ്നറ്റിക് ഫ്ലക്സ് മാറുമ്പം അല്ലേ, മാറ്റം വരുമ്പോൾ, ഫ്ലക്സിൽ മാറ്റം വരുമ്പം അവിടെ ഓട്ടോമാറ്റിക്കായിട്ട് ഗാൽവനോമീറ്റർ ഡിഫ്ലക്ഷൻ കാണിച്ചു. വൈ ഡിഡ് ദ ഗാൽവനോമീറ്റർ ഡിഫ്ലക്റ്റ്? എന്തുകൊണ്ടാണ് ഗാൽവനോമീറ്റർ ഡിഫ്ലക്റ്റ് ചെയ്തത്? കാരണം എന്താ? ആൻഡ് ഇലക്ട്രിക് കറണ്ട് ഈസ് ഇൻഡ്യൂസ്ഡ്. കാരണം അവിടെ ഈ ഫ്ലക്സിൽ വരുന്ന മാറ്റം കാരണം ആ സർക്യൂട്ടിൽ എന്തുണ്ടായി? ഒരു കറണ്ട് ഇൻഡ്യൂസ് ചെയ്തു. ആൻഡ് ഇലക്ട്രിക് കറണ്ട് ഈസ് ഇൻഡ്യൂസ്ഡ്. ആ ഒരു കറണ്ട് ഫോം ചെയ്തു.
വെൻ ഡിഡ് ദ ഡയറക്ഷൻ ഓഫ് ഡിഫ്ലക്ഷൻ ഓഫ് ദ ഗാൽവാനോമീറ്റർ നീഡിൽ ചേഞ്ച്? എപ്പോഴാണ് ഡയറക്ഷൻ ഓഫ് ദ നീഡിൽ മാറ്റം വന്നത്? എപ്പോഴാണ് മാറ്റം മാറിയത്? റിലേറ്റീവ് മോഷൻ ബിറ്റ്വീൻ കണ്ടക്ടർ ആൻഡ് ദ മാഗ്നറ്റിക് ചേഞ്ച് ചെയ്യുമ്പോൾ അല്ലേ? നമ്മളിപ്പം കണ്ട എന്താണ് ഇവിടെ മുകളിൽ എഴുതിയിട്ടുണ്ട്. വെൻ ദ റിലേറ്റീവ് ഡയറക്ഷൻ വേണമെങ്കിൽ നമ്മളിവിടെ എഴുതാം. വെൻ ദ ഡയറക്ഷൻ ഓഫ് റിലേറ്റീവ് മോഷൻ, വെൻ ദ ഡയറക്ഷൻ ഓഫ് relative motion, when the direction of relative motion between conductor and magnet, between conductor and magnet changes. കണ്ടക്ടറിൻ്റെ മാഗ്നറ്റിൻ്റെയും ഇടയിലുള്ള ആ ഡയറക്ഷൻ്റെ മാറ്റം വരുമ്പം മാഗ്നറ്റിക് ഇതിനകത്തും കറണ്ട് ജനറേറ്റ് ചെയ്തതിലും വ്യത്യാസം വരും. വൈ ഡിഡ് ദ ഡയറക്ഷൻ ഓഫ് ഡിഫ്ലക്ഷൻ ഓഫ് ദ ഗാൽവാനോമീറ്റർ നീഡിൽ ചേഞ്ച്? എന്തുകൊണ്ടാണ് ഡയറക്ഷൻ മാറുന്നത്? കാരണം എന്താ വെച്ചാൽ ഫ്ലോ ചെയ്യുന്ന കറണ്ട് ഡയറക്ഷൻ മാറി, അല്ലെങ്കിൽ റിവേഴ്സ്ഡായി. വെൻ ദ ഡയറക്ഷൻ ഓഫ് കറണ്ട് ഇസ്, വെൻ ദ ഡയറക്ഷൻ ഓഫ് കറൻറ്റ് ഈസ് റിവേഴ്സ്ഡ്. കറണ്ടിൻ്റെ ഡയറക്ഷൻ്റെ റിവേഴ്സൽ നടന്നപ്പം അവിടെയും ഗാൽവാനോമീറ്ററിൻ്റെ നീഡിൻ്റെ ഡിഫ്ലക്ഷനും ചേഞ്ച് വന്നു. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഇനി അപ്പം ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്താണെന്ന് ഞാൻ പറഞ്ഞു. ഒരു ക്ലോസ് സർക്യൂട്ടിൻ്റെ മാഗ്നറ്റിക് ഫ്ലക്സിൽ മാറ്റം വരുമ്പം ആ സർക്യൂട്ടിൻ്റെ അകത്തൊരു ഫോഴ്സ്, ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് ജനറേറ്റ് ചെയ്യും. അതിനാണ് നമ്മൾ എന്താ പറയുന്നത്? ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. ആക്ച്വലി അവിടെ EMF എന്ന് പറയുന്ന ഫോഴ്സ് ശരിക്കും അത് ഫോഴ്സ് അല്ല, അതെന്താ ഒരു ഇലക്ട്രിക് കറണ്ടാണത്. ഓക്കെ, പറഞ്ഞ് നമ്മളതിൻ്റെ പണ്ട് മുതൽ യൂസ് ചെയ്യുന്നതുകൊണ്ട് നമ്മളൊരു ഫോഴ്സ് എന്ന് പറയും. ആക്ച്വലി അത് ഫോഴ്സ് അല്ല, അതെന്താണ്? ഒരു കറണ്ടാണ്. ഓക്കെ, ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് നമ്മൾ പറയും, അത് യൂസേജ് കാരണം അങ്ങനെ വന്നതാണ്. ആക്ച്വലി അതെന്താണ്? ഒരു കറണ്ടാണ്. അപ്പം മാഗ്നറ്റിക് ഫ്ലക്സ് മാറ്റം വരുമ്പം അവിടെ ഇൻഡ്യൂസ് ചെയ്യുന്ന കറണ്ട് നമ്മൾ എന്ത് പറയും? ഇൻഡ്യൂസ്ഡ് കറണ്ട് എന്ന് പറയും. അതേപോലെ തന്നെ അവിടെ ജനറേറ്റ് ചെയ്യുന്ന ആ ഒരു ഫോഴ്സ്, ആ ഫോഴ്സ് കാരണമാണ് നമ്മളെന്ത് കാണുന്നത്? ആ ഒരു കണ്ടക്ടർ മൂവ്മെൻറ്റ് കാണിക്കുന്നത്. ആ ഫോഴ്സിനെ നമ്മൾ ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് എന്ന് വിളിക്കും. ഓക്കെ, ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് എന്ന് പറയും. ആക്ച്വലി അത് തന്നെയാണ്, ഒരു ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ കറണ്ട് തന്നെയാണത്. അപ്പം മൈക്കിൾ ഫാരഡെയാണ് എന്ത് കണ്ടുപിടിച്ചത്? ഈ എക്സ്പീരിമെൻ്റലി ഒരു കണ്ടക്ടറും മാഗ്നറ്റിക് ഫീൽഡും ഉപയോഗിച്ചിട്ട് കറണ്ട് ജനറേറ്റ് ചെയ്യാൻ സാധിക്കും എന്ന് കണ്ടുപിടിച്ച സയൻറ്റിസ്റ്റാണ് മൈക്കിൾ ഫാരഡെ. ഓക്കെ, ഇനി നമുക്ക് ഈ കറണ്ടിൻ്റെ അളവ് കൂട്ടാനും കുറയ്ക്കാൻ സാധിക്കുമോ? അതാണ് അടുത്ത ചോദ്യം. അപ്പോൾ ഇവിടെ ചെറിയൊരു ആക്ടിവിറ്റി തന്നെന്താ? വെൻ ദ നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത് ഓഫ് എ കോയിൽ ഈസ് ഇൻക്രീസ്ഡ്. അപ്പം നമ്മൾ അവിടെ ആ കണ്ടക്ടറിൻ്റെ അകത്ത് കോപ്പർ വയറിൻ്റെ ചുറ്റും അങ്ങോട്ട് കൂട്ടി. അപ്പോൾ ഗാൽവാനോമീറ്റർ നീഡിലിൻ്റെ റീഡിങ് എങ്ങനെയായിരിക്കും? ഒബ്വിയസ്ലി അവിടെ എന്തായിരിക്കും? കൂടുതൽ കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ ഡിഫ്ലക്ഷൻ കൂടുതലായിരിക്കും. മാഗ്നറ്റിൻ്റെ സ്ട്രെങ്ത്ത് കൂട്ടിയാലോ? മാഗ്നറ്റിൻ്റെ സ്ട്രെങ്ത്ത് കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഡിഫ്ലക്ഷൻ്റെ പവർ, സ്ട്രെങ്ത്ത് കൂടുന്നതായിട്ട് നമുക്ക് കാണാം. ഓക്കെ, മൂവ് ചെയ്യുന്ന സ്പീഡ് കൂട്ടിയാലോ? അപ്പോഴും നമുക്ക് മോർ കറണ്ട് ജനറേറ്റ് ചെയ്യും. ഈ മൂന്നെണ്ണം ഓർമ്മിച്ച് വെക്കാം. അപ്പോൾ വാട്ട് ആർ ദ വേസ് ടു ഇൻക്രീസ് ആ ഇൻഡ്യൂസ്ഡ് കറണ്ട് കൂട്ടാനുള്ള വഴികൾ എന്താ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? ഒന്ന്, നമ്പർ ഓഫ് ടേൺസ് ഓഫ് ദ കോയിൽ ഇൻക്രീസ് ചെയ്യണം. സ്ട്രെങ്ത് ഓഫ് ദ മാഗ്നറ്റ് ഇൻക്രീസ് ചെയ്യാം. അതേപോലെ തന്നെ സ്പീഡ് ഓഫ് മോഷൻ ഓഫ് ഐദർ ദ മാഗ്നറ്റ് ഓർ ദ കണ്ടക്ടർസ് ഇൻക്രീസ്ഡ്. ഈ മൂന്നും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ നെറ്റ് ഇൻഡ്യൂസ്ഡ് കറണ്ട് കൂട്ടാൻ സാധിക്കും. ഓക്കെ, നേരെ തിരിച്ച് പറഞ്ഞാൽ കുറയ്ക്കാനും സാധിക്കും. ശരിയല്ലേ? ഓക്കെ, ഇനി ഇപ്പോൾ നമ്മൾ കണ്ട ഈ പ്രിൻസിപ്പിളിൽ വെച്ചിട്ടാണ് ജനറേറ്റർ എന്ന് പറഞ്ഞൊരു ഡിവൈസ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ആ ജനറേറ്റർ ഡീറ്റെയിൽസ് പഠിക്കുന്നതിൻ്റെ മുന്നേ നമുക്ക് മനസ്സിലാക്കേണ്ടത് രണ്ട് തരത്തിലുള്ള കറണ്ട് ഉണ്ട്. ഒരു കറണ്ട് ഒറ്റൊരു ഡയറക്ഷനിൽ മാത്രമേ ഫ്ലോ ചെയ്യുള്ളൂ. അതാണ് നമ്മുടെ ബാറ്ററിയിൽ നിന്ന് വരുന്ന കറണ്ട്, സെല്ലിൽ നിന്നൊക്കെ വരുന്ന കറണ്ട്. അതിൻ്റെ ഗ്രാഫ് വരച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ. ഒറ്റൊരു ഡയറക്ഷനിൽ മാത്രം കറണ്ട് മൂവ് ചെയ്യുകയാണെങ്കിൽ അതിനെ നമ്മൾ എന്താ പറയുന്നത്? ഡയറക്റ്റ് കറണ്ട് എന്ന് പറയുന്നത്. ഒരേ ഒരു ഡയറക്ഷൻ, സിംഗിൾ മോഡിൽ മാത്രം വരുന്നത്. ഇനി ഇത് ഇവിടെ എന്ത് മാറുന്നില്ല? ഡയറക്ഷൻ മാറുന്നില്ല, ഒരേ ഡയറക്ഷനിലാണ് പോകുന്നത്. ഇനി ചില സമയത്ത് വേറെ കറണ്ട് ഉണ്ട്, അവിടെ അപ്പ് സൈഡ് പിന്നെ ഡൗൺ സൈഡ്, അപ്പ് സൈഡ് ഡൗൺ സൈഡ്, ഇങ്ങനെ റിവേഴ്സ് ചെയ്യുന്നുണ്ട്. ഡയറക്ഷൻ ഓഫ് കറണ്ട് റിവേഴ്സ് ചെയ്യുന്നത് നമ്മൾ വിളിക്കുന്ന പേരാണ് ഓൾട്ടർനേറ്റിംഗ് കറണ്ട്. ഓൾട്ടർനേറ്റ് പോസിറ്റീവും നെഗറ്റീവായിട്ട് കറണ്ട് ഫ്ലോ ചെയ്യുമ്പോഴാണ് അത് നമ്മൾ എന്താ പറയുന്നത്? ഓൾട്ടർനേറ്റിംഗ് കറണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ
കറണ്ട് ദാറ്റ് കണ്ടിന്യൂസ്ലി ചേഞ്ചസ് ഡയറക്ഷൻസ് അറ്റ് റെഗുലർ ഇൻ്റർവെൽസ്. ഇതിനൊരു പ്രത്യേക അളവുണ്ട്, ഒരു പ്രത്യേക ഇൻ്റർവെല്ലുണ്ട്. ആ പ്രത്യേക ഇൻ്റർവെല്ലിൽ ഒരു കറണ്ട് അതിൻ്റെ ഡയറക്ഷൻ മാറുകയാണെങ്കിൽ ആ കറണ്ടിനെ വിളിക്കുന്ന പേരാണ് നമ്മളുടെ ഓൾട്ടർനേറ്റിംഗ് കറണ്ട്. വീടുകളിൽ നമുക്ക് എത്തുന്ന KCB കൊണ്ടുതരുന്ന ആ കറണ്ട് ശരിക്കും എന്താ ഓൾട്ടർനേറ്റിംഗ് കറണ്ടാണ്. നമ്മളുടെ വീടുകളിൽ ഉപയോഗിക്കുന്ന ബാറ്ററി അല്ലെങ്കിൽ മൊബൈൽ ഫോണിൽ അകത്തുള്ള സെല്ല് ഒക്കെ തരുന്ന കറണ്ട് ഏതാണ്? ഡയറക്റ്റ് കറണ്ടാണ്. ഓക്കെ, DC ആണ്. ക്ലിയർ ആയല്ലോ. ഇനി എന്താണ് ഈ ജനറേറ്റർ? നമുക്ക് എല്ലാവർക്കും കണ്ടു പരിചയമുള്ളൊരു സാധനമാണിത്. എന്തിനാണ് ഇതിന് ഉപയോഗം? കറണ്ട് പോയി കഴിഞ്ഞാൽ നമ്മളുടെ വീടുകളിലോ ഷോപ്പുകളിലോ കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസാണ് എന്ത്? ജനറേറ്റർ എന്ന് പറയുന്നത്. അപ്പം ഇതാണ് ഇതിൻ്റെ പെട്രോൾ ടാങ്ക് അല്ലെങ്കിൽ ഡീസൽ ടാങ്ക്, മണ്ണെണ്ണ ടാങ്ക്, ഏതെങ്കിലും ഫ്യൂൽ യൂസിൽ വർക്ക് ചെയ്യുന്നതായിരിക്കും. ഇതിനകത്ത് നിറച്ച് കഴിഞ്ഞാൽ ഇത് ഓൺ ചെയ്ത് കഴിയുമ്പം ഇവിടെ എന്ത് ചെയ്യും? ഒരു ആർമേച്ചർ കോയിൽ ഉണ്ടാവും. ആർമേച്ചർ കോയിൽ എന്ന് പറഞ്ഞൊരു കണ്ടക്ടറാണിത് അല്ലേ, കോപ്പർ ഇതിൻ്റെ വയർ കുറേ ചുറ്റിയതായിരിക്കും. അതിന് ചുറ്റും ഇവിടെ ഈ കാണുന്ന മാഗ്നറ്റ് ഉണ്ടാവും. ആ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ അകത്ത് ഈ കോയിൽ കിടന്ന് റൊട്ടേറ്റ് ചെയ്യുമ്പം അതിൻ്റെ എക്സ്റ്റീരിയർ സർക്യൂട്ടിൻ്റെ അകത്ത് ഇൻഡ്യൂസ്ഡ് കറണ്ട് ഉണ്ടാവും. ആ ഇൻഡ്യൂസ്ഡ് കറണ്ട് നമ്മൾ ഇതിൻ്റെ ഔട്ട്പുട്ടായിട്ട് കൊടുക്കും. ഇവിടെ ഇത് കാണുന്നില്ല പ്ലഗ്, ആ പ്ലഗ് കൂടെ ഔട്ട്പുട്ട് നമ്മൾ എന്ത് ചെയ്യും? നമ്മളുടെ മെയിൻസിൽ കണക്ട് ചെയ്യും. അങ്ങനെയാണ് കറണ്ട് പോയി കഴിഞ്ഞാൽ ജനറേറ്റർ പ്രൊഡ്യൂസ് ചെയ്യുന്ന കറണ്ടിൽ നമ്മളുടെ വീടോ ഷോപ്പോ ഫങ്ഷൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പം മെക്കാനിക്കൽ ഫോഴ്സ് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞല്ലേ. അപ്പം അവിടെ ഈ ഫ്യൂൽ യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും? ആർമേച്ചർ കോയിൽ തിരിക്കും. ആർമേച്ചർ കോയിൽ തിരിക്കുമ്പം അവിടെ ഒരു ഇൻഡ്യൂസ്ഡ് കറണ്ട് ഉണ്ടാവും. ആ ഇൻഡ്യൂസ്ഡ് കറണ്ടിനെ നമ്മൾ പുറത്തേക്ക് ഔട്ട്പുട്ടായിട്ട് കൊടുക്കും. ആ ഔട്ട്പുട്ട് നമ്മൾ മെയിൻസിൽ കൊടുക്കും. അങ്ങനെയാണ് എന്തുണ്ടാവുന്നത്? കറണ്ട് പോയാലും കറണ്ട് അവിടെ വരുന്നത്. ഓക്കെ, ഇനി വാട്ട് ഈസ് എ ജനറേറ്റർ? എ ജനറേറ്റർ ഈസ് എ ഡിവൈസ് ദാറ്റ് കൺവേർട്സ് മെക്കാനിക്കൽ എനർജി. ഇവിടെ കറക്കാൻ ഉപയോഗിച്ചിട്ടുണ്ടെന്ന് പറയാം. ആർമേച്ചർ കറങ്ങുന്നുണ്ടെന്ന് പറയാം. കറങ്ങുന്നതിന് മൂവ്മെൻറ്റ് വരുന്നൊക്കെ എന്ന് നമ്മൾ പറയുന്നത് മെക്കാനിക്കൽ എനർജി എന്ന് പറയും. ആ മെക്കാനിക്കൽ എനർജിനെ ഇലക്ട്രിക് എനർജിയാക്കി മാറ്റുന്ന ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷനിൽ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ പ്രിൻസിപ്പിളിൽ വർക്ക് ചെയ്യുന്ന ഒരു ഡിവൈസാണ് ഇത് ജനറേറ്റർ. 2 ടൈപ്പ് ജനറേറ്റർ ഉണ്ട്, AC ജനറേറ്റർ, DC ജനറേറ്റർ. ഇവിടെ നമ്മൾ പറഞ്ഞ പോലെ കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന രീതിയിലുള്ള വ്യത്യാസം. ഇനി when we move a magnet towards an insulated coil or bring an insulated coil towards a magnet, the work we do is converted into electric energy. നമ്മളൊരു മാഗ്നറ്റിനെ ഇൻസുലേറ്റഡ് വയറിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോവുകയോ അല്ലെങ്കിൽ ഇൻസുലേറ്റഡ് കോയിലിനെ മാഗ്നറ്റിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരികയോ ചെയ്തു കഴിഞ്ഞാൽ ആ മൂവ്മെൻറ്റ് ഉള്ളതുകൊണ്ട് മെക്കാനിക്കൽ എനർജിയാണ്. അതെന്തായി മാറും? ഇലക്ട്രിക് എനർജി ആയിട്ട് മാറും, ഇൻഡ്യൂസ്ഡ് കറണ്ടായിട്ട് മാറും. അത് നമ്മളുടെ ഉപയോഗത്തിനെടുക്കുന്നു. ഓക്കെ, ക്ലിയർ ആയല്ലോ. ഇത്രയാണ് ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യം. ഓക്കെ, ഇനി അടുത്ത വീഡിയോകളിൽ നമ്മൾ പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇതിൻ്റെ ബാക്കിയുള്ള ഭാഗം നമുക്ക് എടുത്ത് തീർക്കാം. ഇത്രയും നിങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക. താങ്ക് യു ഓൾ ഓഫ് യു.